+2 ഡിഗ്രി, ഡിപ്ലോമ, മാസ്റ്റേഴ്സ് അങ്ങനെ വേണ്ടുന്ന ക്വാളിഫിക്കേഷൻസ് എല്ലാം അക്വയർ ചെയ്തു. പഠിക്കാൻ പറ്റുന്ന കോഴ്സസ് എല്ലാം പഠിച്ചു. കാണുന്ന ജോബ് വേക്കൻസീസിലൊക്കെ അപ്ലൈ ചെയ്തു. കുറേ ഇൻ്റർവ്യൂസും അറ്റൻഡ് ചെയ്തു. ബട്ട് സ്റ്റിൽ ജോബ്ലെസ്. നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നാട്ടുകാരുടെ ജോലി ഇനിയും ആയില്ല എന്ന ചോദ്യത്തിന് മറുപടി കൊടുത്ത് മടുത്ത് ഹൈ പ്രഷർ ആൻഡ് ലോ കോൺഫിഡൻസ് ലെവലുമായി നടക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി അല്ലേ? നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. എനിക്ക് നിങ്ങളോട് കുറച്ച് ഇൻഡസ്ട്രിയൽ ട്രൂത്ത്സ് പറയാനുണ്ട്. ഈ ട്രൂത്ത്സ് എല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം വാട്ട് ടു ഡു നെക്സ്റ്റ്. ട്രൂത്ത് നമ്പർ 1. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, IT, മാനുഫാക്ചറിങ്, ട്രാവൽ ആൻഡ് ടൂറിസം അങ്ങനെ ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും ദേ നീഡ് സ്കിൽഡ് പീപ്പിൾ ബിക്കോസ് ദേ നോ ദാറ്റ് ക്വാളിഫിക്കേഷൻ എത്ര തന്നെ ഉണ്ടെങ്കിലും വിത്തൗട്ട് സ്കിൽ ദേ കാൺ ബിക്കം ആൻ എഫിഷ്യൻറ്റ് ആൻഡ് പ്രൊഡക്റ്റീവ് എംപ്ലോയി. ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആർക്കും പറ്റും. ബട്ട് ഇൻഡസ്ട്രിയിലെ ട്രെൻഡ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കി ഏത് ബിസിനസ് ചെയ്താലാണ്, എന്തെല്ലാം സ്ട്രാറ്റജീസ് ആൻഡ് ടെക്നിക്സ് അപ്ലൈ ചെയ്താലാണ് ആ ബിസിനസ്സിനെ സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റുക എന്ന് മനസ്സിലാക്കി ബിസിനസ് ചെയ്യാൻ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കേ പറ്റുള്ളൂ. ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. ട്രൂത്ത് നമ്പർ 2. ഏതൊരു ഇൻഡസ്ട്രിയും ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യാൻ അത്ര താല്പര്യപ്പെടില്ല ബിക്കോസ് ദേ വിൽ ടേക്ക് മോർ ടൈം ടു അറ്റൈൻ പ്രൊഫഷണലിസം ഇൻ ദെയർ വർക്ക്. മാത്രമല്ല, സ്കിൽഡ് ആണോ അല്ലയോ എന്നറിയാതെ ഫ്രഷേഴ്സിനെ സെലക്ട് ചെയ്താൽ അത് ചിലപ്പോൾ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിച്ചേക്കാം. ഈവൻ ഇഫ് ദേ ആർ ഹയറിംഗ്, അതിനൊരൊറ്റ റീസണേ ഉള്ളൂ. എക്സ്പീരിയൻസ്ഡ് ആയ എംപ്ലോയീസിന് കൊടുക്കുന്ന അത്രയും സാലറി ഫ്രഷേഴ്സിന് കൊടുക്കേണ്ട ആവശ്യമില്ല, വിച്ച് മീൻസ് ഹെവി വർക്ക് ആൻഡ് ലോ സാലറി. ഇതിൻ്റെ റീസൺ കമ്പനീസിനോട് ചോദിച്ചാൽ അവർ പറയും, നിങ്ങൾ വർക്ക് പഠിക്കുന്നതല്ലേ ഉള്ളൂ, എക്സ്പീരിയൻസ് കിട്ടില്ലേ, സാലറി കുറഞ്ഞാൽ എന്താ, ഭാവിയിൽ നല്ല കമ്പനീസിലൊക്കെ കയറാലോ, ലൈക്ക് ദാറ്റ്. ട്രൂത്ത് നമ്പർ 3. ഇൻഡസ്ട്രി നീഡ്സ് എക്സ്പീരിയൻസ്ഡ് എംപ്ലോയീസ് ബിക്കോസ് എക്സ്പീരിയൻസ്ഡ് എംപ്ലോയീസ് കാരണം ഉണ്ടാവുന്ന അത്രയും പ്രോഫിറ്റ് ഫ്രഷേഴ്സ് കാരണം ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ സാധാരണയായി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കാണാറുണ്ട് പ്രീ മാരേജ് വീഡിയോ ഷൂട്ട്സ്, റീൽസ് ഒക്കെ. അതൊക്കെ ചെയ്യുന്നത് ഒരു പക്ഷേ വെരി വെൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അവരുടെ കയ്യിൽ ചിലപ്പം ഒരു അക്കാഡമിയിൽ നിന്നും എടുത്ത സർട്ടിഫിക്കറ്റ്സോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ ഒന്നും ഉണ്ടാവില്ല. ബട്ട് ദേ മേ ബി വെൽ എക്സ്പീരിയൻസ്ഡ്. ഒരു പക്ഷേ അവർക്ക് വർഷങ്ങളോളമുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം, ഒരു MNC കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ട ക്വാളിറ്റിയും ഉണ്ടായിരിക്കാം. ബട്ട് ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാവാത്തതും അല്ലെങ്കിൽ ഈ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതും എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുന്നതും ഒരു പക്ഷേ ഒരു റെപ്യൂട്ടഡ് കമ്പനി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ നമുക്കൊരു കമ്പനിയിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടണം. ബട്ട് ദ ട്രൂത്ത് ഈസ് ദേ ഡോണ്ട് ഗിവ് ചാൻസ് ടു ഡു. അപ്പോൾ പിന്നെ നമ്മുടെ മുമ്പിലുള്ള ദ വൺ ആൻഡ് ഓൺലി സൊല്യൂഷൻ എന്ന് പറയുന്നത് ടു ഡു ഇൻറ്റേൺഷിപ്പ് എന്നുള്ളതാണ്. എന്താണ് ഇൻറ്റേൺഷിപ്പ്? എന്താണ് ഇൻറ്റേൺഷിപ്പ്? നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്ത് ഏതെല്ലാം ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാം തുടങ്ങി പ്രോപ്പർ ഗൈഡൻസ് ലഭിക്കാനും ഇൻറ്റേൺഷിപ്പിൻ്റെ വേക്കൻസീസിനെ കുറിച്ച് കൂടുതൽ അറിയാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.